ഏവർക്കും സ്വാഗതം. എപ്പോഴും നമ്മൾ വ്യത്യസ്തമായ വീഡിയോകളായിരിക്കും കൊണ്ടുവരുന്നത്. ഇതും അതുപോലൊരു വ്യത്യസ്തമായ ചെസ് വീഡിയോ ആണ്. കാരണം എനിക്ക് ഓപ്പോസിറ്റ് കളിക്കുന്നത് ഒരു 80 വയസ്സുള്ള ഒരു മുത്തശ്ശനാണ്. ഒരു 80 വയസ്സുകാരൻ്റെ ബുദ്ധി എന്താണെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. ആരാണ് കൂടുതൽ മികച്ച് നിൽക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ചധികം കമൻറ്റുകൾ വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി പോരാ. ഞാൻ വ്യക്തമായി മൈക്കിനകത്തല്ല ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സൗണ്ട് ക്വാളിറ്റിയുടെ കുഴപ്പം. ഞാൻ നേരിട്ട് മൊബൈലിൽ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാം 80 വയസ്സുകാരൻ്റെ വിളയാട്ടം. നൈറ്റിനെ ഇറക്കി ആദ്യം തന്നെ എൻ്റെ കോർണറിലേക്ക് എൻ്റെ ബിഷപ്പിനെ കൊണ്ടുവച്ച് എനിക്കൊന്ന് ആപ്പ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ആ കോർണർ മൊത്തത്തിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അറ്റാക്കിനകത്ത് തന്നെ പോവുകയാണ്. കാരണം നമുക്കറിയില്ലല്ലോ പുള്ളിയുടെ ബുദ്ധിയുടെ ലെവൽ എന്താണെന്ന്. ഓർമ്മക്കുറവൊക്കെ വന്നോന്നറിയത്തില്ല, ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞോന്നറിയത്തില്ല. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം തോൽപ്പിക്കാൻ പറ്റുമോ. യെസ്, അറ്റാക്കിങ് പൊസിഷൻ തന്നെ. ബിഷപ്പിനെ ഇറക്കുന്നു, നൈറ്റിനെ ഇറക്കുന്നു, തിരിച്ച് വെട്ടുന്നു. നമുക്ക് വേണമെങ്കിൽ മന്ത്രിയും കൊണ്ട് വെട്ടാൻ ഒക്കത്തില്ലേ. അതാണ് മെയിൻ പ്രശ്നം. ബിഷപ്പിനെ ഇവിടെ കൊണ്ട് വെച്ചാൽ നമുക്ക് മന്ത്രിയും കൊണ്ടൊന്നുമല്ല, ബിഷപ്പിന് ആ ഒരു കോണായിട്ട് മൊത്തം അവരുടെ കയ്യിലായി. നമുക്കതിനകത്തൊന്നും ഇടപെടാൻ പറ്റത്തില്ല. വേണമെങ്കിൽ എനിക്ക് നൈറ്റിനെ എടുക്കാൻ വരുന്നത് ഇപ്പം കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാം. ഇതേ ഉള്ളൂ എനിക്ക് വഴി. ആളെ ഇറക്കുക. നൈസിന് ചാടിപ്പോയി, കുതിര ചാടുന്ന പോലെ ചാടിപ്പോയി. ചെക്ക്. ഇത് വെറുതെ വിളിച്ചത് കേട്ടോ, ഒരു കാര്യമില്ല. ബ്ലണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അടുത്ത പോണിനെ നീക്കി എൻ്റെ കുതിരയും എൻ്റെ ബിഷപ്പിനെയും അത് ഏതെങ്കിലും ഒന്ന് പോകും, എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. കാരണം ഇതിനെയാണ് ബ്ലണ്ടർ. നമ്മൾ ബ്ലണ്ടർ ഇല്ലാതെ കളിയില്ലല്ലോ. നമ്മുടെ ചാനലിൻ്റെ നിയമം തന്നെ ബ്ലണ്ടറിൽ കൂടെ, അതായത് മണ്ടത്തരത്തിൽ കൂടെ പോകുകയല്ലേ. പുള്ളിക്കാരൻ ബുദ്ധിമാനാണ്, നീക്കി നമ്മളെടുത്തു. കാരണം ബിഷപ്പിനെ നമ്മൾ കളയാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. നൈറ്റിനെ കളയണ്ട, കുതിര ഇച്ചിരി പവർഫുള്ളാണ്. നൈറ്റിനെ ചാടിച്ചു മാറ്റുന്നു. തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ബിഷപ്പിനെ കൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്നു കേട്ടോ. നല്ല കിടില മൂവ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാമായിരുന്നു, മന്ത്രിക്കിട്ട് ഒരു ആപ്പ് കൊടുക്കാമായിരുന്നു. പക്ഷേ നല്ല രീതി ഡിഫെൻസ് ചെയ്തു. അടുത്ത എൻ്റെ ബിഷപ്പിനെ ഒന്നിക്ക് അവിടെ ചാടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ എടുക്കണം. ആ ഒറ്റ ധൈര്യത്തിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കവിടെ നിന്ന് മാറ്റി കൊടുക്കാം. മാറ്റി വിടാൻ ഒട്ടും വിടാൻ താല്പര്യമില്ല കേട്ടോ. കൂടെ പറ്റുകയാണ്. 80 വയസ്സുകാരൻ അപ്പൂപ്പൻ്റെ ബുദ്ധി സമ്മതിച്ചു കൊടുത്ത് വെക്കും. ഇത് ആണ് അടുത്ത ബ്ലണ്ടർ. ഇതിപ്പോൾ ഒരേ സമയത്ത് 2 ബ്ലണ്ടറാണ് ഞാൻ കാണിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് അറിയാമല്ലോ, വെറുതെ വിട്ടുകൊടുത്തേ. ഫ്രസ്ട്രേഷൻ. എന്നിട്ട് അവർ വീണ്ടും അറ്റാക്കിലോട്ട് പോവുകയാണ്. വെട്ടുന്നെങ്കിൽ വെട്ടിക്കോട്ടെന്ന് വിചാരിച്ചു, പക്ഷേ എടുക്കത്തില്ല. എൻ്റെ തേരിനെ കണ്ണു വെച്ചേട്ടാ. തേരിനെ എടുക്കാനുള്ള പ്ലാനാണ്. തേരിനെ വിട്ടു കൊടുക്കുന്നില്ല. ഓടിക്കോ, ഓട്. അത്രേ ഉള്ളൂ. നൈസിന് ഓടി. അടുത്ത പുള്ളിക്കാരനെ ഇറക്കിക്കൊണ്ട് വരിക. അതെന്തിനാണോ എന്തോ അങ്ങനെ അതെനിക്ക് മനസ്സിലായില്ല. എന്തിനാണ് അങ്ങനത്തെ മൂവ്മെൻറ്റ് നടത്തിയത്. വെട്ടട്ടെ. ഇല്ല, അവിടെ വലിയ പ്ലാനിലാണ്, എന്തൊക്കെയോ ചെയ്ത് കൂട്ടാനെന്ന പ്ലാൻ. ഇതിനകത്ത് ഒന്നിലേ എനിക്ക് വേണം. എടുത്തു. അത് പുള്ളി കാണിച്ച ബ്ലണ്ടർ. ഇത് വന്ന് ഇടിച്ച് കയറാനുള്ള പരിപാടി കേട്ടോ. റൂക്കിനെ വെല്ലുവിളിച്ചു, എടുത്തു. റൂക്ക് പോയി കിട്ടി. പ്ലാൻ വീണ്ടും. നല്ല പ്ലാൻ. എൻ്റെ പൊണ്ണ് ഭയങ്കര ബുദ്ധി. കാരണം എനിക്കാണെങ്കിൽ എൻ്റെ റൂക്കിനെ കൊണ്ടൊന്ന് ചെക്ക് വിളിക്കാമായിരുന്നു.
അതിനകത്ത് ആരെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യമേ ചെയ്തു. ഗുഡ്, നല്ല പ്ലാൻ. എന്തായാലും ഇവിടുന്ന് ഈ ആൾക്കാരൊന്ന് ഒഴിവാക്കണം, എന്നാലും വല്ല അറ്റാക്ക് ചെയ്യാൻ പറ്റും. വെട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാം. വെട്ടുന്നില്ലേ ഈ മനുഷ്യൻ, എന്താ വെട്ടാത്തത്? അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ കളിക്കണമെന്നില്ലല്ലോ പുള്ളിക്കാരൻ. നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഓഹോ, ഇപ്പം വെട്ടിയല്ലേ? കാരണം മന്ത്രി എവിടെ കൊണ്ട് വെച്ചാൽ എനിക്ക് ഇനി അങ്ങോട്ടൊന്നും കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എവിടെ കൊണ്ട് വെച്ചാലും എൻ്റെ മന്ത്രി വെട്ടും. അങ്ങനത്തെ സാഹചര്യം ഒരുക്കിയിട്ടാണ് പുള്ളി അങ്ങനെ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓഹോ, അടുത്ത മൂവി ചെക്ക്മേറ്റാണ് ഉദ്ദേശം. എൻ്റെ മുത്തശ്ശ 80 വയസ്സിൻ്റെ ബുദ്ധിയും കൊണ്ട് എൻ്റെ അടുത്ത് കളിക്കാൻ വന്നേക്കുക. അടുത്ത മൂവിൽ ചെക്ക്മേറ്റ്. ഇവിടെ എങ്ങനെ രക്ഷപ്പെടും ഞാൻ? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചെക്ക്, അല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ ഈ ചെക്ക് മാറ്റുന്നത് അനുസരിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു ചെക്ക് കൂടെ പിടിക്കണം, അല്ലെങ്കിൽ ഞാൻ തോക്കും. മൈൻഡ് ക്ലിയർ ആവുന്നില്ലല്ലേ? തോക്കുമെന്ന് ഉറപ്പാണ്. തലപെരുക്കുന്നു. നീ എല്ലാം പൊട്ടത്തരമായിരിക്കും ചെയ്യുന്നത്. ബ്ലണ്ടർ. ഒരു ചെക്ക്. ആഹാ, തേഞ്ഞ്. ഇനി എന്തോ ചെയ്യും? ഓ മൈ ഗോഡ്, വേറൊരു ബ്ലണ്ടർ. ദൈവത്തെ. ബ്ലണ്ടറൊക്കെ മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ, ഈ കളിയിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ. ഷിറ്റ്. മനസ്സിലായോ? ആ മന്ത്രിയെ കൊണ്ട് ചെക്ക് വിളിച്ചാൽ മന്ത്രി ഒന്നുകിൽ മറ്റേ കുതിര എടുക്കും. ആ സമയം കൊണ്ട് എനിക്ക് അവൻ്റെ മന്ത്രി എടുക്കാൻ പറ്റും. അവൻ്റെ എന്നല്ല, ആ അപ്പൂപ്പൻ്റെ മന്ത്രി എടുക്കാൻ പറ്റുമായിരുന്നു. ഷിറ്റ്. പുള്ളിക്കാരൻ കാണിച്ചത് ബ്ലണ്ടർ, ഞാൻ കാണിച്ചത് ബ്ലണ്ടർ. ഇനി എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇനി അങ്ങനെ ചെയ്താലും പുള്ളി അടുത്ത് തന്നെ അല്ലെ, മറ്റേ കുതിര വെട്ടത്തിലായിരിക്കും. വെട്ടാതെ അടുത്ത് തന്നെ നിന്നാലും മതി. ചെക്ക്. കുതിര വെട്ട്. ഓ, കുതിര വെട്ടിയില്ല. ഓ, വീണ്ടും എൻ്റെ മോനി, ഞാൻ എന്തോന്നായി കാണിക്കുന്നു? മണ്ടത്തരം കണ്ട ഘോഷയാത്ര. തീർന്നു, എൻ്റെ മന്ത്രിയുടെ കാര്യം ഏർപ്പാടായി. എന്ത് ചെയ്യും? ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാവുന്നല്ല ഈശ്വരാ. കൈവിട്ട് കളഞ്ഞു. കളി കൈവിട്ട് പോയി. ഇല്ല. നിങ്ങൾക്ക് ഈ രംഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഈ ഒരു സംഭവം ഇതാ കണ്ടോ? തീ സാധനം. യെസ്. ഓ, ഇനി 5 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഈ കളി ഞാൻ തോറ്റു. 3 സെക്കൻഡ്, 2 സെക്കൻഡ്. ഓ, തീർന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ സമയം കഴിഞ്ഞ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറൊക്കെ ചെയ്തേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള മികച്ച വീഡിയോസ്, ഇതൊക്കെ മികച്ചതാണെന്ന് തോന്നുവാണെങ്കിൽ എന്താ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ വേറൊന്നും പറയാനില്ല. ഗുഡ് ബൈ.